ഹായ് ഫ്രണ്ട്സ്, സുറുമിയ സെവൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൈപ്പിങ്ങിനെ കുറിച്ചും കൂടി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 3 രീതിയിലുള്ള പൈപ്പിംഗ് ആണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് പൈപ്പിംഗ് ഫുട്ട്. ഇത് വെച്ചാണ് നമ്മൾ പൈപ്പിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പ്രസർ ഫുട്ടിൻ്റെ അവിടെയാണ് നമ്മളിത് പൈപ്പിംഗ് ഫുട്ട് ഫിറ്റ് ചെയ്യണത്. ഇതിന് 20 രൂപയുള്ളൂ. എൻ്റെ പഴയ മെഷീനാണ്, അതിൻ്റെ പൈപ്പിംഗ് ഫുട്ടാണ് ഇത്. നമ്മൾ പൈപ്പിംഗ് ഫുട്ട് സ്റ്റിച്ച് ചെയ്യും. ആദ്യത്തെ മെത്തേഡ് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ച് പൈപ്പിംഗ് ചെയ്യണ രീതിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി 1.5 ഇഞ്ച് വീതിയുള്ളൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മുടെ കഴുത്തിൻ്റെ അളവിനാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യണത്. പൈപ്പിംഗ് ത്രെഡാണിത്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കി ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ തയ്ച്ച് ചെയ്യുമ്പോൾ ഇത് ശരിയാക്കും. നമ്മൾ കഴുത്തിൽ ഫിറ്റ് ചെയ്യണതാണ്. അതിന് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശത്ത് വെച്ച് വേണം ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡ്രസ്സിൻ്റെ നല്ല വശത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ തയ്യൽ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ മറിച്ചിടുമ്പോൾ ഇത് ചുരുണ്ടുവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യണത്. എന്നിട്ട് ഇത് ഇതുപോലെ മറിച്ചിട്ട് ത്രെഡിന്റെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുക. പതിയെ തയ്ക്കാവുള്ളൂ. കഴുത്ത് വലിച്ചൊരിക്കലും തയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ കഴുത്ത് വീണ്ടുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതിയെ ഇങ്ങനെ അത് തിരിച്ച് തന്നെ തയ്ച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മള് സൈഡിൽ കൂടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്, ത്രെഡിന്റെ സൈഡിൽ കൂടെ. ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ആ സൈഡിൽ കൂടെ ഒന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അത് പൊങ്ങിക്കും. അങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പതുങ്ങിയിരുന്നോളും. ഇതുപോലെയാണ് പൈപ്പിംഗ് ഫിറ്റ് ചെയ്യണത് നെക്കില്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അടുത്ത സെക്കൻഡ് മെത്തേഡ് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ എങ്ങനെ പൈപ്പ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ തന്നെ അതിന് വേണ്ടി ഒരു ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ചിലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. പൈപ്പിംഗ് ത്രെഡിന്റെ വീതിയിൽ തന്നെ ഒരു സ്റ്റിച്ച് മടക്കി വെച്ച സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ സൂചി കൊണ്ട് കോർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വലിച്ച് നമ്മളിത് പൈപ്പിംഗ് ത്രെഡ് പോലെ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു പൈപ്പിംഗ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴുത്തിൽ എങ്ങനെയാണോ പൈപ്പിംഗ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല വശത്ത് വെച്ച് പൈപ്പിംഗ് ത്രെഡിന്റെ സൈഡിൽ കൂടെ തയ്ച്ചിട്ട് മറിച്ചിട്ടിട്ട് തയ്ക്കാം.
ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പൈപ്പിംഗ് ആണ്. ഇത് കടയിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിനുള്ള പൈപ്പിംഗ് കിട്ടും. അപ്പോൾ പൈപ്പ് ത്രെഡൊന്നും അതിൽ ഉപയോഗിക്കേണ്ട. ഇതുപോലെ നേരെ തന്നെ ഇത് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം 3 രീതിയിലുള്ള പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.